ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റെയിൻബോ മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഓവനും ബീറ്ററും ഇല്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. പിന്നെ നല്ല ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി നല്ലോണം അരിച്ചിട്ടിട്ട് കൊടുക്കുക. 1/4 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 187 ഗ്രാം ഉണ്ടാവും. അപ്പോൾ മെഷർമെൻ്റൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക, എന്നാലേ കേക്ക് നന്നാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ അരിച്ചിട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതാവണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ യൂസ് ചെയ്യരുത്. കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇനി ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഈ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്താലും മതി. പിന്നെ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. മുട്ട ഒന്ന് പതിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുക. 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കുക. ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു 6-7 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിളായിട്ട് ഇത് പൊങ്ങി വരണം. അപ്പോൾ അതുവരെ നല്ലോണം ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നല്ലോണം മിക്സ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1/2 കപ്പ് ഓയിലും 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. നമ്മുടെ നോർമൽ കേക്ക് ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം. ഇനി ഈ ബാറ്റർ 6 ബൗളിലേക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഓരോന്നിലും ഓരോ കളർ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ അടുത്തിപ്പം 6 കളർ ഉള്ളതുകൊണ്ടാണ് ഞാൻ 6 ബൗളിൻ്റെ കണക്ക് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് എത്രയാണോ കളർ ഉള്ളത് അത്രയും ബൗളിലേക്ക് ഈ ബാറ്റർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ഇനി ഓരോ ബൗളിലും ഓരോ കളേഴ്സ് ചേർക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. ലിക്വിഡ് ഫുഡ് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ വീതമാണ് ഓരോ കളറും ചേർക്കുന്നത്.
അങ്ങനെ 6 കളറിലുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിപ്രാവശ്യം കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം സ്റ്റവ് കത്തിക്കുക, എന്നിട്ടൊരു തട്ട് വെച്ച് കൊടുക്കുക. ആ തട്ടിൻ്റെ മേലെ നമ്മുടെ കുക്കർ വെക്കുക. കുക്കറിന് പകരം സോസ് പാനിലും ചെയ്യാം. ഇനി ഇത് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്ത് മാത്രം ചെയ്താൽ മതി, സൈഡിലാക്കണ്ട. സൈഡിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ സൈഡ് കംപ്ലീറ്റ് ക്രിസ്പി ആയി പോവും. അതുകൊണ്ട് താഴ്ഭാഗത്ത് മാത്രം കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കുക്കർ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പം കേക്കിൻ്റെ ബാറ്റർ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്, ഓറഞ്ച് ഈ കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം. ഇനി നമ്മൾ ഒഴിച്ച ബാറ്ററിൻ്റെ സെൻറ്ററിലായിട്ട് അടുത്ത കളറിലുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക. ബാക്കിയുള്ള കളേഴ്സ് വെച്ചിട്ടും ഇതുപോലെ തന്നെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ കളറിലുള്ള ബാറ്ററും ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഇതുപോലെ ഡിസൈൻ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാം. ഞാനിപ്പം സിമ്പിളായിട്ടുള്ള ഒന്നാണ് കാണിക്കുന്നത്. ഡിസൈൻ ആക്കി കഴിഞ്ഞാൽ കുക്കർ അടച്ച് വെക്കുക. വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക. ചൂടാറി കഴിയുമ്പം ഇത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും. അപ്പം നമുക്ക് കുക്കറിന് എടുത്ത് മാറ്റാം. പിന്നെ കേക്ക് തണുക്കാനായിട്ട് വെക്കുമ്പം എപ്പോഴും അടപ്പ് തുറന്ന് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പൊന്തി വന്നിട്ടുള്ള കേക്ക് താന്ന് പോവും. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കേക്ക് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് കുക്കറിൽ നിന്ന് മാറ്റി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ടേൺ ടേബിൾ മേൽ കുറച്ച് ക്രീമാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയാണ് കേക്ക് വെക്കേണ്ടത്. നമ്മൾ ക്രീമൊക്കെ സ്പ്രെഡാക്കുമ്പം കേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ വിപ്പിംഗ് ക്രീം ആക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയിലും വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ അത് പോയിട്ട് കാണുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. നമ്മുടെ കേക്ക് ഒന്നും കൂടെ ഒന്ന് മോയിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്യുക. 1 കപ്പ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതായത് 250 ml. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് സ്റ്റിഫ് പീക്സ് ആക്കി എടുത്തിട്ടുള്ളതാണിത്. അത് കഴിഞ്ഞാൽ ഈ കേക്ക് ഇങ്ങനെ മെല്ലെ എടുത്തിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു 30 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കണം. ഇനി
കേക്കിൻ്റെ മേൽഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗ്രീൻ കളർ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിലിടാം. ഞാനിവിടെ ഒരു ഓപ്പൺ സ്റ്റാർ ടിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് കേക്കിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുക. ഇനി കുറച്ച് ഷുഗർ ബോൾസ് ഇതിൻ്റെ മേലെയും സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ റെയിൻബോ മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരിക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്